ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നിതാ 2 കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഗ്രീൻ കളറും ഒന്ന് റെഡ് കളറും A4 സൈസ് പേപ്പർ. അതിൽ റെഡ് കളർ പേപ്പർ എടുത്തിട്ട് ഞാൻ 2 മടക്കി ഇതേപോലെ ഒന്നും കൂടെ മേലേക്ക് മടക്കുക. ഇപ്പോൾ ഇതാ 4 ലെയറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്കെയിലിൽ 3 സെൻറ്റിമീറ്റർ വെച്ച് അളന്നിട്ട് കണ്ടോ, 3 സെൻറ്റിമീറ്റർ വെച്ചിട്ട് അളന്നിട്ട് ഒരു ലൈന് വരച്ചിട്ടുണ്ട്. അതിൻ്റെ താഴേക്കും അതുപോലെ 3 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ലൈൻ ഇട്ട് കൊടുക്കുക. ലാസ്റ്റ് ഭാഗം മാത്രമേ 2.5 അളവാക്കി കിട്ടുള്ളൂ, 3 ഫുള്ളും ഉണ്ടാവില്ല. എന്നിട്ട് ഇതാ എല്ലാം ഇതേപോലെ ഒന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതിന് ശേഷം ഇതേപോലെ തുറന്നിട്ട് ആ ലൈന് വരുന്ന സ്ഥലത്ത് അതും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ മടക്കുന്ന പോലെ ഇതേപോലെ ഒന്ന് പീസ് പേപ്പർ ഇതേപോലെ ഒന്ന് മടക്കുക. ഇത് നമുക്ക് ഫ്ലവറിൻ്റെ ഇതളുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി ഒന്നിൻ്റെ ഉള്ളിൽ ഒന്നായിട്ട് 4 വെച്ചിട്ട് മടക്കുക. അപ്പോൾ ഇതാ 4 വെച്ചു, അടുത്ത സെറ്റ് 4 വെച്ചു, അടുത്ത സെറ്റ് 4 വെച്ചു, അങ്ങനെ എല്ലാ സെറ്റ് 4 വെക്കുക. ഇപ്പോൾ ഞാൻ എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കയറെടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കുന്നുണ്ട് സെൻറ്റർ ഭാഗത്ത് വെച്ചിട്ട്. നൂല് വെച്ചിട്ടും കെട്ടായി, നൂല് കമ്പിയില്ലേ, നൂല് പോലത്തെ കമ്പി വെച്ചിട്ട് ഒക്കെ നമുക്ക് ഇങ്ങനെ ടൈറ്റാക്കി കെട്ടുക. എന്നിട്ട് എല്ലാം ഇതേപോലെ ഒന്ന് വിടർത്തിയെടുക്കുന്നുണ്ട്. ഇതേപോലെ എല്ലാ ഇതളും ഒന്ന് ഉള്ളിൽ നിന്ന് മേലേക്ക് വിടർത്തിയെടുക്കുക. ഇത് നമ്മൾ 3 സെൻറ്റിമീറ്റർ വെച്ച് കട്ട് ചെയ്തുകൊണ്ട് തന്നെ കുറേ ഇതളുണ്ടാവും കേട്ടോ. അതുപോലെ എല്ലാം ഇതേപോലെ ഒന്ന് വിടർത്തിയെടുക്കുക. ഇപ്പോൾ ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി ആ മേൽഭാഗത്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് റോസ് ഫ്ലവറിൻ്റെയൊക്കെ സൈഡിൽ ഇതളിൻ്റെ സൈഡിൽ വരുന്ന പോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചുരുട്ടി കൊടുക്കുക. അതുപോലെ ഒന്ന് ജസ്റ്റ് ചെറുതായിട്ട് ചുരുട്ടി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. എല്ലാ ഇതളിൻ്റെയും മേലെ ഭാഗം ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചുരുട്ടി കൊടുക്കുക. അപ്പോൾ എല്ലാം ചുരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താക്കാം, ഗ്രീൻ പേപ്പർ 2 മുറിച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒരു ട്യൂബ് പോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഇതേപോലെ മടക്കിയിട്ട് അറ്റം വന്നിട്ട് ഗം വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് മുകൾ ഭാഗം വന്നിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഫ്ലവർ വന്നിട്ട് അതിലേക്ക് ഇറക്കി വെച്ചിട്ട് ഗം ചെയ്തിട്ട് ഒന്ന് ഒട്ടിക്കുക. ഇപ്പോൾ നമ്മൾ റോസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടത് ലീഫ്. ഇതേപോലെ ഗ്രീൻ പേപ്പർ തന്നെ ഇതേപോലെ ഒന്ന് ലീഫിൻ്റെ ഷേപ്പിലൊന്ന് മുറിച്ചിട്ട് ഗം വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക താഴെ ഭാഗത്ത്. ഇപ്പോൾ ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ട് നമ്മളെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ഈസിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.